കെ സുരേന്ദ്രനെ വെച്ചിട്ട് ഒരു പോഡ്കാസ്റ്റ് നമ്മുടെ സുജിത് ഭക്തൻ നടത്തി. സുജിത് ഭക്തൻ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ആ പോഡ്കാസ്റ്റിൽ കേരള സ്റ്റോറിയെക്കുറിച്ചൊരു പരാമർശം സുജിത് ഭക്തൻ ചോദിക്കുകയുണ്ടായി. അതെന്താണ് നമുക്കൊന്ന് ആദ്യം കേൾക്കാൻ, എന്നിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം. കേരള സ്റ്റോറി എന്ന ആ ഒരു സിനിമയ്ക്ക് അവാർഡ് ലഭിച്ച സമയത്ത് താങ്കൾ അതിനൊരു അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. ശരിക്കും അതാണോ കേരളത്തിൻ്റെ അവസ്ഥ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ ഒരു ഭീഷണി ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ അത് മുഴുവൻ കേരളത്തിൽ അങ്ങനെയാണെന്നല്ല ഞങ്ങൾ പറഞ്ഞു. അതായത് IS റിക്രൂട്ട്മെന്റ് ഇപ്പോഴും ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന വാർത്ത, ഇതിൽ എനിക്കൊരു തിരുത്ത്. ഇവര് ഫുള്ള് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണെന്നാണ്. അതായത് കേരള സ്റ്റോറി എന്താണോ അതെല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻ നടത്തിയതാണ്. അതാണ് കേരളം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവര്. അത് ഇവര് മാത്രമല്ല, കുറെ പേരുണ്ട് അതിന്റെ പിന്നിൽ. അത് വേറെ കാര്യം, നമുക്ക് സംസാരിക്കാം. IS റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്, അതിന് നല്ല ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ വൈറ്റ് കോളർ ടെററിസത്തെ കുറിച്ച് ആൾക്കാർ പറയുന്നു. അതിനെ ഒറ്റയടിക്ക് ആളുകൾ നിഷേധിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിലും എഞ്ചിനീയർമാരുടെ ഇടയിലും IT മേഖലയിലെ വിദഗ്ധന്മാരുടെ ഇടയിലൊക്കെ തീവ്രവാദ സംഘടനകൾ വളരെ ബോധപൂർവമായിട്ട് ആളുകളെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇല്ല, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഇന്ത്യ മൊത്തം ഉണ്ട് ഈ പരിപാടി. അതായത് വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന കാര്യം അത് ഇന്ത്യ മൊത്തമുള്ള ഒരു കാര്യമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലല്ല, പുറം സംസ്ഥാനങ്ങളിലാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറയാം. അതുമാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം ഇതിൽ പറയാൻ കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മതത്തിലുള്ള ആളുകൾക്കും തീവ്ര ചിന്താഗതിക്കാരുണ്ട്, തീവ്രവാദികളുണ്ട്. അതും മറക്കരുത് നമ്മൾ. എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ IS റിക്രൂട്ട്മെൻറ്റ് നടന്നു, വിവാഹത്തിൻ്റെ പേരിൽ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒരു ഭീകരവാദം വരുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പല രീതിയിലാണ് വരുന്നത്. കാരണം ബോംബും തോക്കും എടുത്തിട്ട് ആദ്യം തന്നെ വരണമെന്നില്ല. കേരളം പോലൊരു സ്റ്റേറ്റിൽ ആദ്യം അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതിനെ കേരളം പോലുള്ള സ്റ്റേറ്റിൽ ഒരു രീതിയിലും തീവ്രവാദം ഉണ്ടാവാൻ ഭയങ്കര സാധ്യത കുറവാണ്. തീവ്രവാദം ഉണ്ടാക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാലോ. അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ തീവ്രവാദത്തിൻ്റെ വക്താക്കളായിട്ട് കൂടുതൽ നടക്കുന്നത്. മത തീവ്രവാദമൊക്കെ ഇവിടെ കുറവ് തന്നെയാണ്, അതിലൊരു തർക്കവും വേണ്ട. ഇനി പറയുമായിരിക്കും IS റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കേരളത്തിലാണെന്നൊക്കെ. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പിടിച്ചത് എന്ന് പറയുന്നതായിരിക്കും. അതായത് ഇവിടുത്തെ സിസ്റ്റം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഉഡായിപ്പ് പരിപാടികൾ, ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ വേഗം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കവും സംശയമൊന്നുമില്ല. ബോംബും തോക്കുമായിട്ടാണ് ഒരു മസ്തിഷ്ക പ്രക്ഷാളനം ഇവിടെ നടക്കുന്നുണ്ട്. നല്ല നിലയിൽ ആൾക്കാർ അതിൽ വശീകരിക്കപ്പെടുന്നുണ്ട്. IS റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടന്ന സ്റ്റേറ്റും കേരളമാണ്. ഓക്കെ, ഈ കേരളത്തിൽ വർഗീയത കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറയും? വർഗീയത കൂടി വരുന്നു എന്നുള്ള റിയാലിറ്റിയാണ്. കാരണം എന്താ അറിയോ, ഇതുപോലെ സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് നടക്കുന്ന സ്റ്റേറ്റ് ഏതാ ഉള്ളത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ UP ഇല്ലേ? അല്ല, തെരഞ്ഞു പിടിച്ച ആളുകളെ തോൽപ്പിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജോസ് കെ മാണി LDF മത്സരിച്ചപ്പോഴും UDF മത്സരിച്ചപ്പോഴും ഈ ഭീഷണി നേരിട്ടിട്ടുണ്ട്. PC ജോർജിന് ഈ ഭീഷണി നേരിട്ടിട്ടുണ്ട്. ശ്രേയാംസ് കുമാർ കേരളത്തിലെ ഏറ്റവും സെക്കുലർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. കൽപ്പറ്റയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവിടെ സിദ്ദിഖാണ് ജയിച്ചത്. ഇത് കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഇത് ഏറ്റവും കൂടുതലുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ തന്നെയാണ്. അതായത് മതം നോക്കി അല്ലെങ്കിൽ ഒരു ആളെ നോക്കി തോൽപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കാര്യമൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ പുറം നാട്ടിലാണ്. ഏതൊരു കൊച്ചുകുട്ടിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് കെ സുരേന്ദ്രൻ പറഞ്ഞാലും നമ്മുടെ നാടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നാടുകളേക്കാളൊക്കെ എത്രയോ ഭേദമാണ് നമ്മുടെ നാടെന്ന് ഒരു തർക്കമില്ലാതെ പറയാം. ഇനി കേരള സ്റ്റോറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അതിനെക്കുറിച്ചല്ല, പക്ഷെ ഞാൻ പറയാം. കേരള സ്റ്റോറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയാം, കേരള സ്റ്റോറിയിൽ എന്താണ് ശരിക്ക് അതിൽ ആദ്യം പറഞ്ഞെന്ന് എന്തായിരുന്നു, 32,000 എന്ന കണക്കിൻ്റെ ആ ഒരു പൊള്ളത്തരാണ് അതിലാദ്യം ഏറ്റവും അധികം കാണിച്ചിരുന്നത്. ആ കണക്ക് പിന്നീട് എന്താ പറയുക, ആ സ്റ്റോറിയുടെ, കേരള സ്റ്റോറി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പിൻവലിച്ചു. കേരള ഹൈക്കോടതിയുടെ ചോദ്യം ചെയ്യലിനെ തുടർന്നാണ് അവർ ആ 32,000 എന്ന കണക്ക് ഔദ്യോഗികമായി തന്നെ പിൻവലിക്കുകയും, അതുപോലെ തന്നെ അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3 സ്ത്രീകളുടെ മാത്രം കഥയാണെന്ന് പറയുകയും ചെയ്തു. അതായത് ഇതൊരു ഫിക്ഷൻ നമ്പർ ആണെന്നാണ് അവർ അതിൽ പറഞ്ഞത്, 32,000 എന്ന്. അതിൽ തന്നെ വലിയൊരു കള്ളത്തരം ഉണ്ടായിരുന്നു. ഈ 32,000 എന്ന് പെരുപ്പിച്ച് കാണിച്ച് ആളുകളെ മൊത്തം പേടിപ്പിച്ച് ഭയപ്പെടുത്തി. ഈ കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ നാടിനെ വളരെയധികം ചീത്തപ്പേര് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ചീത്തപ്പേര് കേൾക്കാൻ മാത്രം അത്ര പൊട്ട നാടാണോ നമ്മുടെ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതിനെ സപ്പോർട്ട് ചെയ്ത് നടന്നവരാണ് ഇവർ, സപ്പോർട്ട് ചെയ്ത് പുകഴ്ത്തി നടന്നവരാണിത്.
അത്രയും മാത്രം ചീത്തപ്പേരും അതുപോലെ ഹെയ്റ്റും ഒക്കെ കിട്ടാൻ മാത്രം അത്ര മോശപ്പെട്ട നാടാണ് നമ്മുടെ. ഏത് കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന, ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഏതൊരു മേഖലയിലും ഏറ്റവും മുമ്പിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു ചീത്തപ്പേര് കേൾക്കേണ്ട കാര്യമുണ്ടോ? ഈ 32,000 എന്ന കണക്ക് ഇവർ പറയുമ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇന്ത്യയിൽ ആകെ 200ഓളം കേസുകളാണ്, 200ഓളം IS റിക്രൂട്ട്മെൻ്റ് ആണ് നടന്നതെന്നാണ് പല ഏജൻസികളുടെ വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാനാണ് അവരൊരു സിനിമ എടുത്തത്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ IS ബന്ധവുമായി സ്ഥിരീകരിച്ചവരുടെ എണ്ണം 100ലും 150നും ഇടയിലാണ്. അപ്പോൾ ഈ ഒരു കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ കേരള പോലീസിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ നാഷണൽ ഏജൻസിയുമായിട്ട് ഇവിടെയുള്ള ആളുകൾ എന്താ പറയുക സഹകരിക്കുന്നതിൻ്റെ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായി ചിന്തിച്ചാൽ മനസ്സിലാകും. കേരളത്തിലുള്ളവരൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസവും ബോധവും ഒക്കെ ഉള്ളവരാണ്. സ്വന്തം വീട്ടിൽ അങ്ങനെ ഒരു തീവ്രവാദ പ്രസ്ഥാനമോ അല്ലെങ്കിൽ തീവ്രവാദികളായി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെയുള്ളവർ തന്നെ, വീട്ടിലുള്ളവർ തന്നെ ഒരു പക്ഷേ പോലീസിനോടോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോടോ തുറന്നു പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മറ്റ് പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ ആളുകളുടെ ആ ഒരു മൈൻഡാണ്. തീവ്രവാദത്തിനെ ഒഴിവാക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ളൊരു ചിന്താഗതിയാണ് ഉള്ളത് ഭൂരിഭാഗം ആളുകൾക്ക്. ഇവിടെ വർഗീയത തലക്ക് പിടിച്ച ആളുകളുണ്ട്, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനത്തെ ഒരു മൈൻഡുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഇതുപോലുള്ള ആളുകളെ, ഇപ്പോൾ ഈ അടുത്ത് പോലും ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അച്ഛനും അമ്മയും ISൽ ചേരാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, രണ്ടാനച്ഛനോ അമ്മയും കൂടിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ രണ്ടാനമ്മയാണോ, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ആ കാര്യത്തിൽ. ആ ഒരു കേസ് പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകുന്നതാണ് ഇവർ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഈ പയ്യനെ നിർബന്ധിച്ചപ്പോൾ ആ പയ്യൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് പറഞ്ഞത് ഇവനെ ഇങ്ങനെ നിർബന്ധിക്കുന്നു എന്നൊക്കെയുള്ള ഒരു കേസ് തന്നെ NIA ഒക്കെ വന്നു, ഇതിൽ ഇടപെട്ടു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ അത്രയും എഫിഷ്യൻ്റ് ആണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിലെ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ വേറൊരു കാര്യമാണ്, ISൻ്റെ ആശയങ്ങളിൽ ആകർഷകരായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഒരു ആശയത്തോട് കൂടുതൽ അടുത്തുപോയ ആളുകൾ ഏകദേശം 5 പേരാണ്. സ്ഥിരീകരിച്ച കണക്കുകളടക്കം ഏകദേശം 5 പേരാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. വളരെ കുറവ് നമ്പർ, 3-3.5 കോടി ജനങ്ങളുള്ള നാട്ടിൽ 5 പേരാണ്. അതും ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും അറിയാൻ കാരണം ഇവിടുത്തെ എഫിഷ്യൻസി തന്നെയാണ്. അന്വേഷണ ഏജൻസികളുടെ, അത് കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും അന്വേഷണ ഏജൻസികളുടെ എഫിഷ്യൻസി കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇവിടെയുള്ള ആളുകളും അതിന് സഹായിക്കുന്നുണ്ട് അന്വേഷണ ഏജൻസികളെ. മറ്റുള്ളവരെ പോലെ സ്ലീപ്പർ സെല്ലുകളായി ഒന്നും നമ്മൾ നിൽക്കുന്നില്ല എന്നതാണ്. അതായത് സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലുള്ളവർ അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനായിട്ട് വളരെയധികം സഹായം ചെയ്യുന്നവരാണ്. അതുപോലെ ഈ കേരള സ്റ്റോറിയുടെ കഥയൊക്കെ വരുമ്പോൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അതായത് ഇവിടെ ഒരുപാട് മതം മാറ്റം നടക്കുന്നുണ്ട്. അതായത് മുസ്ലിം മതത്തിലേക്ക്, ഇസ്ലാം മതത്തിലേക്ക് പലരും, ഒരുപാട് പേര് ഇങ്ങനെ പോകാറുണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വരാറുള്ളതാണ്. അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, നിയമസഭയിൽ ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു. മതപരിവർത്തനങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ 2012 നിയമസഭാ രേഖകൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ 2687 സ്ത്രീകൾ ഇസ്ലാം മതം സ്വീകരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊന്നും IS ബന്ധമായിട്ട് ഇതിനെ സ്വയമേ അവർ മാറിയതാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെരുപ്പിച്ച് കാണിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഇതുപോലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നതും അവിടെ തന്നെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ NIA റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ കേരളത്തിനേക്കാളും തീവ്രവാദ കേസുകളിലൊക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ശരിക്കും UP ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ മഹാരാഷ്ട്രയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിനേക്കാൾ കൂടുതൽ IS ബന്ധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. ബാംഗ്ലൂർ പോലുള്ള കർണാടകയിലെ IT ഹബ്ബുകൾ നോക്കുകയാണെങ്കിൽ അവിടെയും ഈ വൈറ്റ് കോളർ ടെററിസത്തിന് വേണ്ടി റിക്രൂട്ട്മെൻറ്റുകൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ തലസ്ഥാനം ഡൽഹി പോലുള്ള നഗരങ്ങളിൽ, അതുപോലെ ഹൈദരാബാദ്, അങ്ങനെയുള്ള വലിയ നഗരങ്ങളിലൊക്കെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലെ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭാഗമായി പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വന്നിരുന്നു.
അതുപോലെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്നിരുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ സ്ഫോടക വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ ശേഖരിക്കുന്നത് ഏറ്റവും കൂടുതൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇതുപോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് വെറും ഇവിടെയും ഉണ്ടാകാം, ഇല്ല എന്നല്ല, പൂർണ്ണമായും ഇല്ല എന്നല്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം എന്തുകൊണ്ടും പല കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നതാണ്. ഇവിടുത്തെ ഭരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സർക്കാരിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കേരളം ആര് ഭരിച്ചാലും, ഇനിയിപ്പോൾ BJP ഭരിക്കുകയാണെങ്കിൽ പോലും ആര് ഭരിച്ചാലും കേരളം എപ്പോഴും പല കാര്യങ്ങളിലും മുന്നിൽ തന്നെയാണ്. ക്രമസമാധാനം നിലനിർത്തുന്നതിൽ കാര്യത്തിലും അങ്ങനെ ഏതൊരു കാര്യം എടുത്താലും നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ്. ആരോഗ്യ മേഖലയിലായാലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലായാലും ഏതൊരു മേഖലയിലും നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള ഇതുപോലെയുള്ള കേരള സ്റ്റോറിയിൽ കാണിക്കുന്ന പോലെയുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടാകില്ല. കേരള സ്റ്റോറിയിൽ എന്താണ് ഒരു സീൻ ഞാൻ പറയാം ആ സിനിമയിലെ. അതായത് ഒരു മോളിലേക്ക് ഈ 3 പെൺകുട്ടികൾ ചെല്ലുകയാണ്. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ നോക്കി നിൽക്കെ ഒരു 3-4 ചെറുപ്പക്കാർ ഈ പെൺകുട്ടികളെ മാത്രം ഉപദ്രവിക്കുന്നു. അതായത് ഒരു ഇസ്ലാം പെൺകുട്ടി കൂടിയുണ്ട്, അവരെ ഉപദ്രവിക്കുന്നില്ല. ഇവരെ 3 പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇവർ ഡ്രസ്സിങ് ഒക്കെ അങ്ങനെയാണ്. അതായത് ഒരു ഹിന്ദു പെൺകുട്ടി, ക്രിസ്ത്യൻ പെൺകുട്ടി അങ്ങനെയുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഇവരെ ഉപദ്രവിക്കുക. ഇതാണ് ആ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു സീൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നടക്കുമോ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ ആദ്യം പ്രതികരിക്കും, അവരെ അടിച്ചോടിക്കും അവിടെ നിന്ന്. ഇത്രയും വലിയൊരു മോളിലല്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ ചിന്തിക്കൂ. ഇതൊക്കെ ഇവരെ അടിസ്ഥാനമാക്കുന്നത് അവരുടെ നാടുകളിൽ നടക്കുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വെച്ചുകൊണ്ടാണ് അവർ നമ്മുടെ നാടിനെ കുറ്റം പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാടിനെ കുറ്റം പറയുന്നതിന് ഏറ്റവും വലിയ കാരണം അവരുടെ നാട്ടിൽ കണ്ടു വളർന്നിട്ടുള്ള കാര്യം വെച്ച് നമ്മുടെ നാടായിട്ട് കണക്ക് കൂട്ടി അവർ അങ്ങനെ ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ അതുപോലുള്ള ഒരു സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് പറയുന്നവർ തലയ്ക്ക് ഓളമിട്ടുള്ളവരായിരിക്കും. അപ്പോൾ കേരള സ്റ്റോറിനെ കുറിച്ച് കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിലുള്ളവർക്കോ പല അഭിപ്രായം ഉണ്ടായിരിക്കും. അതായത് കേരള സ്റ്റോറി ഭയങ്കര നല്ല സിനിമയാണ്, അതുപോലെ തന്നെ അതിന് അവാർഡുകൾ വാരിക്കോരി കൊടുക്കണം, കേരളത്തിൻ്റെ സത്യാവസ്ഥയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സത്യമുള്ള, വിവരമുള്ള, ബുദ്ധിയുള്ള, ചാണകം തലയിലില്ലാത്ത, അതുപോലെ വർഗീയത തലയില്ലാത്ത, സുഡാപ്പികളല്ലാത്ത, തലയിൽ ബോധവും വിവരവും ഉള്ളൊക്കെ ആളുകൾക്കൊക്കെ മനസ്സിലാകും ആ പടത്തിൽ കാണിച്ചതൊക്കെ, കേരളത്തിനെ കുറിച്ച് കാണിച്ചൊക്കെ വെറും നുണയാണ്, പച്ചയായ നുണയാണ് എന്നുള്ളത്. എന്തായാലും ഈ കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.